ആദർശ്, ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം നമ്മളിവിടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കെ സുരേന്ദ്രൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വരവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ഏറ്റെടുക്കുന്നു എന്നതാണ്. കെ സുരേന്ദ്രൻ കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് ഏറെ പങ്കുവഹിച്ച ഒരു സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ എവിടെയൊക്കെ പോയി മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വോട്ട് വിഹിതം കാര്യമായി വർദ്ധിപ്പിച്ച ഒരു നേതാവാണ്. BJPക്ക് കൃത്യമായ ഒരു ചുവടുറപ്പിക്കാൻ അവസരമൊരുക്കി കൊടുത്ത നേതാവാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ അതെങ്ങനെ? കൃഷ്ണരാജ്, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് BJPയുടെ നേതാക്കൾ നോക്കി എന്നതിൻ്റെ തന്നെ ഏറ്റവും വലിയ തെളിവാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാകുന്നു എന്നത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലുള്ള പാർട്ടിയുടെ വളർച്ച അത് കൃത്യമായി തന്നെ വിലയിരുത്തി സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിൻ്റെ സംഘാടന മികവ്, ഒപ്പം തന്നെ ആ നേതാവ് ഈ പാർട്ടിയെ എത്രമാത്രം ചലനാത്മകമാക്കി സംസ്ഥാനത്ത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അവർ കെ സുരേന്ദ്രനെ പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാക്കി ദേശീയ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നേതാക്കൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് നോക്കി എന്നതും അവർ ആ നോട്ടത്തിലൂടെ കൃത്യമായി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച, ആ പാർട്ടി അനുദിനം ജനങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെ, ആരാണ് ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രനെ പോലെ പാർട്ടിയുടെ ഏറ്റവും ജനകീയനായ നേതാവ് പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാകുന്നത്. BJP ഇപ്പോൾ പുതുമുഖങ്ങൾക്കും ഒപ്പം തന്നെ പരിചയസമ്പന്നർക്കും കൃത്യമായിട്ടുള്ള അവസരം നൽകിക്കൊണ്ട്, കൃത്യമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ടുള്ള ടീം നിതിൻ നബീനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ടീം നിതിൻ നബീനിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ആ നേതാക്കളെല്ലാം തന്നെ അവർ നേരത്തെ പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. അതിൽ ചിലർ നേരത്തെ കേന്ദ്രമന്ത്രിമാരായിരുന്നു, ചിലർ നേരത്തെ MP-മാരായിരുന്നു, ചിലർ നേരത്തെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിരുന്നവരായിരുന്നു. അങ്ങനെയുള്ള ആ നേതാക്കളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തന മികവ്, അവരുടെ കഴിവ്, അവർ എത്രമാത്രം ഈ സംഘടനയ്ക്ക് വേണ്ടി അവരുടെ പ്രവർത്തനം മാറ്റിവെക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ടീം നിതിൻ നബീൻ പ്രഖ്യാപിച്ചത്. അതിൽ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം കേരളത്തിൽ BJPയെ വളർത്തുന്നതിൽ, യുവമോർച്ചയെ വളർത്തുന്നതിലൊക്കെ നിർണായകമായ പങ്കുവഹിച്ച നേതാവാണ് കെ സുരേന്ദ്രൻ. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ നിരവധി യുവജന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്നീട് BJPയുടെ സംസ്ഥാന നേതൃനിരയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ ആ BJPയെ കെട്ടിപ്പടുക്കുന്നതിന് നിർണായക പങ്ക് കെ സുരേന്ദ്രൻ വഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ നേതൃനിരയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും, ഉത്തർപ്രദേശിലായാലും പഞ്ചാബിലായാലും ഒഡീഷയിലായാലും ബീഹാറിലായാലും ഒക്കെ അവിടെയൊക്കെ സംഘടനാ മികവ് പ്രകടിപ്പിച്ച നേതാക്കൾ ടീം നിതിൻ നബീൻ്റെ ഭാഗമായി പാർട്ടിയെ ദേശീയ തലത്തിൽ നയിക്കാനെത്തുന്നു. സ്മൃതി ഇറാനിയെ പോലുള്ള വനിതാ നേതാക്കൾ കൂടി ഈ ടീമിനൊപ്പം ഉണ്ട്. അങ്ങനെ ശക്തമായ ഒരു നേതൃനിരയുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് 2029 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ പാർട്ടിയെ വിജയിക്കുന്ന പാർട്ടി എന്നുള്ളത് നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് ഓരോ സംസ്ഥാനത്തും അധികാരം പിടിക്കുക എന്നുള്ളത് നമുക്കറിയാം. ത്രിപുരയിൽ നിന്ന് ഈ പുതിയ ടീമിൽ ഇടം നേടിയ ബിപ്ലവ് കുമാർ ദേവ് അവിടെ കമ്മ്യൂണിസ്റ്റ് കോട്ട തകർത്തുകൊണ്ട് BJP അധികാരത്തിലെത്തിക്കുന്ന നേതാവാണ്. അങ്ങനെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള ഈ ഒരു ടീം നിതിൻ നബീൻ ഒരുപോലെ സമ്പന്നരായ നേതാക്കൾക്കും പുതുമുഖങ്ങൾക്കുമൊക്കെ പരിഗണന നൽകിക്കൊണ്ടാണ് ഈ ടീം നിതിൻ നബീൻ്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആ ടീം നിതിൻ നബീൻ ഈ പാർട്ടിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പ്രവർത്തകരുടെ, ഈ പ്രഖ്യാപിച്ച ഓരോ ഭാരവാഹികളുടെയും അവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനമൊക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം BJP വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഈ ടീം പ്രഖ്യാപനത്തോടു കൂടി നടത്തിയിരിക്കുന്നത്. കൃഷ്ണരാജ്, BJPയുടെ ദേശീയ ഭാരവാഹി പട്ടിക ആയി കെ സുരേന്ദ്രൻ BJPയുടെ ദേശീയ സെക്രട്ടറിയായി എത്തുന്നു എന്ന വലിയ പ്രത്യേകതയുണ്ട്. അനിൽ ആന്റണി BJP ദേശീയ സെക്രട്ടറിയായി തുടരും. സ്മൃതി ഇറാനി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് വരികയാണ്, ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നു. ആദർശ് ഉണ്ടെന്ന് കരുതുന്നു. ആദർശ്,
ഈ അനിൽ ആന്റണിയുടെ കാര്യമെടുത്താൽ, അനിൽ ആന്റണി കോൺഗ്രസ്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകനാണ്. ആ കുടുംബത്തിൽ നിന്ന് ആ രാഷ്ട്രീയം വിട്ടിറങ്ങിച്ചെന്നയാളെ ചേർത്ത് പിടിക്കുന്നു BJP, ദേശീയ സെക്രട്ടറി ആക്കുന്നു. ഇപ്പോൾ അത് തുടരുന്നു. അതായത് വിളിച്ചു കയറ്റിയത് വെറുതെയല്ല, ഞങ്ങൾ ഒരാളെ ഒപ്പം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അർഹിച്ച പ്രാധാന്യത്തോടെ പരിഗണിച്ച ഒന്ന് തന്നെയാണ് എന്ന് ആവർത്തിച്ച് കാണിക്കുന്നു BJP. തീർച്ചയായും കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്. കാരണം അനിൽ ആന്റണി നമുക്കറിയാം കോൺഗ്രസിലെ ഒരു പ്രമുഖനായ നേതാവിൻ്റെ മകനാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും മറ്റുമൊക്കെ വലിയ പങ്ക് വഹിച്ച ഒരു യുവ നേതാവ് കൂടിയായിരുന്നു അനിൽ ആന്റണി. അങ്ങനെയുള്ള അനിൽ ആന്റണി BJPയിലെത്തുകയും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി ടീം നിതിൻ നബീനൊപ്പം തുടരുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ വിളിച്ചു കയറ്റുന്നത് വെറുതെയല്ല, അവർക്ക് അർഹമായ പരിഗണന നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതിപ്പോൾ അനിൽ ആന്റണിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ പാർട്ടിയുടെ നേതൃത്വവും ഈ പാർട്ടിയുടെ നയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് എത്തുന്ന ഒരാളെയും ഈ പാർട്ടി പരിഗണിക്കാതിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ദേശീയ ഭാരവാഹികളായിട്ടായാലും ഈ പാർട്ടിയിൽ അർഹിക്കുന്ന പരിഗണന മറ്റ് പല നേതാക്കൾക്കും ഒക്കെ നൽകിയിരിക്കുന്നത് അവർ ഈ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച് ഈ പാർട്ടിയുടെ നയവും ഈ പാർട്ടിയുടെ നിലപാടുമൊക്കെ അംഗീകരിച്ച് ഈ പാർട്ടിക്കൊപ്പം ചേരുന്നത് കൊണ്ടാണ്. അനിൽ ആന്റണി നമുക്കറിയാം, അനിൽ ആന്റണി കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെയും മറ്റും വാർ റൂമിൻ്റെ ചുമതലയിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി പരിചയസമ്പന്നനായ ഒരാളാണ്. അങ്ങനെയുള്ള അനിൽ ആന്റണിയുടെ കഴിവുകൾ BJP ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ തൻ്റെ കഴിവുകൾ അനിൽ ആന്റണിയും BJPക്ക് വേണ്ടി പൂർണ്ണമായും ഉപയോഗിക്കുന്നു എന്നുള്ളതും ഈ ഭാരവാഹിയായി അനിൽ ആന്റണി തുടരുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. അനിൽ ആന്റണി ആയാലും പാർട്ടിയിലേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ടീം നിതിൻ നബീൻ്റെ ഭാഗമായ ഏത് നേതാക്കളായാലും അവരൊക്കെ തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി കൃത്യമായിട്ട് നേരത്തെ പലപ്പോഴും അവരെ ഏൽപ്പിച്ച ചുമതലകൾ അത് ഭംഗിയായി നിർവഹിച്ചവർ തന്നെയാണ്. അവർക്കിനിയും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകിക്കൊണ്ട് ഈ പാർട്ടിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ടീമിനെ തന്നെയാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ നിതിൻ നബീൻ എന്ന് പറയുന്ന നേതാവ് ബീഹാറിൽ നിന്ന് ഈ പാർട്ടിയെ നയിക്കാൻ വരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പരിചയസമ്പന്നനായ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന ഒരു ടീം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ഇനി ആ ടീമുമായി നിതിൻ നബീൻ മുന്നോട്ട് പോകുന്നു. കൃത്യമായി പറഞ്ഞാൽ നിതിൻ നബീൻ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കളത്തിൽ ഈ ടീമുമായി ഇറങ്ങുന്നു. അവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ പാർട്ടിയെ വിജയങ്ങളിൽ നിന്ന് കൂടുതൽ വിജയങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ ഈ ടീം മുന്നോട്ട് പോകും. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ വിജയങ്ങൾ തന്നെ സമ്മാനിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. കൃഷ്ണരാജ്.